ഗൈസ്, കുറേ നാളായി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്. എൻ്റെ മുമ്പത്തെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടവർക്ക് അറിയാൻ പറ്റൂട്ടോ ഈ സൺസ്ക്രീൻ എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന്. കാരണം ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്ക് അത്ര പിടിയില്ലെങ്കിലും ഇതാണ് എൻ്റെ മെയിൻ ആയുധം എന്ന് പറയുന്നത്. കുറച്ച് പൗഡറും കൂടെ അതിൻ്റെ മേളിൽ കൂടെ ഇട്ടാൽ തീർന്നു കേട്ടോ. പിന്നെ ഇത് ഒന്ന് കണ്ണ് എഴുതുന്നുണ്ട്. കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ. ലിപ്സ്റ്റിക് ഇടാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഗേൾസിന് പൊതുവേ വേറെ ഒന്നും മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. സത്യമല്ലേ, നമുക്ക് പെട്ടെന്നൊരു കോൺഫിഡൻസ് ഒക്കെ അങ്ങ് വരില്ലേ. പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം കൊണ്ട് നിർത്തത്തില്ല. അതിൻ്റെ മേളിൽ കൂടെ ഒരെണ്ണം കൂടെ വെച്ച് അങ്ങ് ബ്ലെൻഡ് ചെയ്താലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് വരുള്ളൂ. അതെന്താണെന്നറിയത്തില്ല ഗൈസ്, അതങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരു പൊട്ടും കൂടെ വെച്ചിട്ടുണ്ടെങ്കിലാണ് കറക്റ്റ് ആവുക. കാരണം ട്രഡീഷണൽ ലുക്കാണ് നോക്കുന്നത്. സാരി ഒന്നുമല്ല, ചുരിദാറാണ്. ഇതെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ നന്ദുൻ്റെ അമ്മ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. എല്ലാം ചെയ്തപ്പോഴാണ് ഓർത്തത് കമ്മലിടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഡ്രസ്സിന് ഞാൻ റെഡ് കമ്മലാണ് കേട്ടോ ഇടുന്നത്. അതും എനിക്ക് അങ്ങ് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഷാൾ എടുത്തിടണം. അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഷാൾ ഭയങ്കര വലുതാണ്. എങ്ങനെ ഇട്ടാലും അതത്ര മെനക്കൊന്നും ഇരിക്കത്തില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോഴേക്കും ആ ഷാൾ വൺ സൈഡൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളാം. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഷോ ഓഫ് ഒക്കെ ആവാം. കാരണം എനിക്ക് എന്നെ തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.